കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ മീത് സായമാ. അല്ലല്ലേ, ഇതിപ്പോ പാടി സ്ഥിതിക്ക് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യമല്ല, ഇത് കാണുന്നവരുടെ ആവശ്യമാണ്. ഇനി ഒരു പാട്ടും കൂടെ പാടാണ്ട് നമുക്ക് വിടാൻ പറ്റില്ല. അടിയേ നീതാനടി എൻ ബോധത്തേനി മുത്തം കുഞ്ചി. പ്രശാന്ത, നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളൊരു പരിപാടിയായിരിക്കും. അതായത് പ്രശാന്ത് പുന്നപ്ര എന്ന് പറയുന്ന വ്യക്തി അയ്യപ്പ ബൈജുവിലേക്കുള്ളൊരു ഒരു വലിയൊരു ജേണി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ തന്നെ പ്രശാന്ത് പുന്നപ്ര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഒരു മിമിക്രിക്കാരനായിട്ട്. അതിന് മുന്നേ, അതായത് ഈ മിമിക്രിയിലേക്ക് ഒരു ജേണി ഉണ്ടല്ലോ. അതായത് ഒരു സാധാരണക്കാരനായ പുന്നപ്രകാരൻ പ്രശാന്തിന് മിമിക്രിയിലേക്കുള്ളൊരു ജേണി, അതുവഴി ഈ പറഞ്ഞ നമ്മുടെ ഈ ലോകം കാണാനും അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാനും ഈ ഒരു കലാരംഗത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, അത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അത് പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്നത് പിന്നെ സ്കൂൾ തലങ്ങളിലോ അങ്ങനെ ഒന്നും നമ്മൾ പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അപൂർവം ചിലതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള, പക്ഷെ നമുക്ക് പേടിയാണ്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പോലുള്ള കലാകാരൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് സ്കൂളിലെ പ്രതിഭകളെന്ന് പറഞ്ഞാൽ അവർ എല്ലാം തികഞ്ഞവരായിരിക്കും, അല്ലേ? അവർ നല്ല പ്രസംഗ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നല്ല കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കുന്ന അവർ ആ നിമിഷം മാത്രം, അതായത് അവർ അത്രയും ദിവസങ്ങളിൽ കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ആ എനർജി, അവരതിന് കൊടുക്കുന്ന ബഹുമാനം, സ്നേഹം നമ്മൾ ഇത്രയും വർഷം കൊണ്ടെടുത്താൽ പോലും ഉണ്ടാകത്തില്ല. അത്രയും ഇതായിട്ടാണ് അവരതിനെ കാണുന്നത്, ഇല്ലേ? അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. നമ്മുടെ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലളിതഗാനം പാടി അതുപോലെ പ്രസംഗം കഴിഞ്ഞൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ അവർ മുട്ടാതിരിക്കുക, നമ്മൾ മാറി നടക്കും, നമ്മളിങ്ങനെ മാറി നടക്കും. പക്ഷേ ഇന്ന് നമ്മൾ അവർ പലരും ടീച്ചർമാരായിട്ടുണ്ട്, അവരൊക്കെ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ഞാനിത് പറയുമ്പോൾ അവർ ഞെട്ട്, അത് ശരി പ്രശാന്ത്. അവർക്ക് സത്യത്തിൽ ഞാൻ ഏതാണെന്ന് പോലും ഓർമ്മ പോലും കാണത്തില്ല, കാരണം നമ്മൾ ആ ഭാഗത്തേ ഇല്ല. പക്ഷേ എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ നമ്മൾ ഗ്രൗണ്ടിൽ പോയി ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരുമായിട്ടെന്ന് പറയുന്ന തമാശകൾ. അപ്പോൾ അങ്ങനെ ആ കൂട്ടുകാർ പറയണം, ഇത് കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ടല്ലോ അതേ പോലെ. ഇങ്ങനെയൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ച വഴിയിലാണ് ഞാൻ പോകുന്നത്. ഈ പുന്നപ്ര മധു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുന്നപ്ര മധു എന്ന് കേട്ടിട്ടുണ്ടല്ലോ? പുന്നപ്ര മധുവിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം ഒരു സ്റ്റേജിൽ കയറുന്നത്. അതായത് പുള്ളി ഒരു ഡ്രാമ എഴുതി, ഒരു 10 മിനിറ്റ് ഒരു കോമഡി ഡ്രാമ പോലെ. അപ്പോൾ അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഞാനും പോയിരിക്കും. അപ്പോൾ ഒരു ക്യാരക്ടർ വന്നപ്പോൾ, ഇടാ നിനക്ക് ഇതൊന്നും ചെയ്യാൻ മേലാ, ഒരു ചെറിയ സാധനമുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകണം, ഞാൻ ചെയ്തില്ല. പറഞ്ഞു അവിടെ ഇന്നവർ പറഞ്ഞു, എടാ നീ ചെയ്യടാ, നീ അങ്ങോട്ട് ചെയ്തേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പം എൻ്റെ അപ്പോൾ കോമ്പിനേഷൻ നിൽക്കുന്ന GK എന്ന് പറഞ്ഞു നമ്മുടെ ഒരു കൂട്ടുകാരൻ. പുള്ളി അധ്യാപനം കൊടുക്കും, GK സ്റ്റഡീസ് എന്ന്, ഭയങ്കര അധ്യാപനമാണ്. ഓരോ ഇതുപോലെ കൗണ്ടർ അടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അധ്യാപനാണ്, അവനാണ് ഈ കോമ്പിനേഷൻ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടും കൂടി പറഞ്ഞു അവൻ പറയുമ്പോൾ നീ പിടിച്ചിരിക്കാൻ പറഞ്ഞു ഈ സാധനം അങ്ങ് കയറുക. മനസ്സിലായി? ഒരു ചെറിയ സാധനത്തിൽ വന്നിട്ട് ഒരു 2 പേർ ഒരു അലക്കാരനായിട്ട് വന്നൊരു സാധനം, ഒരു 2 പേർക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് തിരിച്ചു അത് പിന്നെ അത് ചോദിക്കാൻ മേടിക്കാൻ വരുന്ന ഒരു സാധനം, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ 2 വരവോക്കിനകത്ത് ഈ സാധനം കയറുക. അവസാനം 10 മിനിറ്റ് ഉള്ള സാധനം ഇത് അരമണിക്കൂറാവുക. അപ്പോൾ ലാസ്റ്റ് ഈ കഥാപാത്രത്തെ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഊരടാ എന്ന് പറയാം. എടാ ഊരാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഊരുന്നത്, പുള്ളി ദേഷ്യക്കാർ കണ്ണോടെ ചെയ്യുമ്പോൾ അവർ ഊരുന്നത് എൻ്റെ ഡ്രസ്സാണ്. അപ്പം ഞാൻ ലാസ്റ്റ് അണ്ടർവെയറായിട്ട് നിൽക്കുന്ന സീനാണ്. അങ്ങനെ ആക്കി നമ്മൾ. പക്ഷെ അത്രയും കെയർ ഇതിനകത്ത് ഭയങ്കര രസം. അപ്പോൾ അന്ന് ഓണത്തിന് ഈ മധുവണ്ണൻ കലാപ്രതിഭയൊക്കെയാണ്. അപ്പം മധുവണ്ണൻ്റെ എല്ലാ സ്ഥലത്തും ക്ലബ്ബുകളിലൊക്കെ പ്രോഗ്രാം വയ്ക്കും അന്ന്. അപ്പം ഒരു സ്ഥലത്ത് കണ്ടിട്ട് അടുത്ത സ്ഥലത്ത് ബുക്ക് ചെയ്യും. അങ്ങനെ അന്നൊക്കെ ഓണം 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഓണത്തിനിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വെല്ലിച്ചൻ 2-3 അണ്ടർവെയർ തയ്പ്പിച്ച് ഈ മാറിയിടാം, ഈ വരാൻ അണ്ടർ. അപ്പം ഞാൻ
അപ്പോൾ ഈ അണ്ടർവെയർ വേണമല്ലോ. അണ്ണൻ പെട്ടെന്ന് ഇതായി കഴിഞ്ഞ് മാറാനും പറ്റത്തില്ല. അപ്പോൾ അണ്ണൻ വഴക്ക് പറയും. അപ്പം ഞാൻ ചെയ്ത് നേരെ ഈ വലിച്ച ഇന്ന പോലെ ഇരിക്കുന്നു. പോടാ, ഞാൻ ഓണത്തിനെല്ലാം വെച്ചിരിക്കുന്ന സാമാനം നിനക്ക് ഞാൻ പിന്നെ എന്നെ എടുത്തിട്ട് ഒരെണ്ണേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അല്ല വേറെ 2 എണ്ണം ഉണ്ടല്ലോ. ആഹാ നീ കണക്ക് പറ, നീ തയ്ച്ചതല്ലല്ലോ, നീ വയ്ക്കേ. ഞാൻ പറഞ്ഞു വലിച്ചല്ല, ഇന്ന് നാടകമുണ്ട്. നാടകമോ കൊണ്ടുതരുമോ നീ വീട്ടിൽ? ഞാൻ പറഞ്ഞു കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അണ്ടർവെയർ തന്ന് ഞാനിത് വാടകയ്ക്കല്ല വലിച്ചു തന്ന് ഈ അണ്ടർവെയറായിട്ട് പോയി. അന്ന് ആ നാടകം ഹിറ്റായി. അപ്പോൾ അവിടെ വെച്ച് തന്നെ 2 പരിപാടി ബുക്കിംഗ് ആയി. അപ്പോൾ പിന്നെ അണ്ടർവെയറിനവിടെ പോകും. അവരുടെ പിറ്റേ ദിവസം വലിച്ചു. ഞാൻ ഉറങ്ങി എഴുതിട്ട് വലിച്ച സന്ദേ ആ എടാ അണ്ടർവെയർ ഇത് തന്നെ നമ്മൾ വിളിച്ച ഇന്ന് നാടകം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അല്ല ഇന്നും കൂടി ഉണ്ടായിരുന്നു നാടകം. നീ പറഞ്ഞു ഇന്നലെ മാത്രമല്ല. ഞാൻ പറഞ്ഞതില്ല. അവിടെ ചെന്നപ്പോൾ വേറൊരു പേര് എടാ ഇത് ശരിയാകത്തില്ല കേട്ടോ, നീ കാരണം ഞാനിപ്പോൾ ഓണത്തിന് ഫ്രീ ആയിട്ട് അടക്കേണ്ടി വരുമല്ലോ. ഇന്നത്തൂടി ഉള്ളെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കൂടിയുണ്ട്. ആ അത് നാളെയും കൂടി ഉണ്ട്, ഓണം പെട്ടെന്ന് തീരുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നോക്കും എന്ന് പറഞ്ഞു. വെള്ളിച്ചൻ പിന്നെ വരും. പക്ഷെ പുള്ളി എല്ലാ ദിവസവും വരും. സാറല്ലേ ആ അമ്മയെ വിളിച്ചു. അവൻ എൻ്റെ അണ്ടർവെയർ അവനോട് ഇങ്ങനെ എഴുന്നേൽക്കാൻ പറഞ്ഞു. എൻ്റെ അണ്ടർവെയർ കൊണ്ടുവരാം. അങ്ങനെ അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ആ പുള്ളി അണ്ടർവെയർ എന്നുള്ള രീതിയിലാണ്. അവസാനം പുള്ളി പറയാം 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ അണ്ടർവെയറും കൊണ്ട് അവിടെ ചെന്ന് അച്ഛാ ആ എന്താടാ മറ്റേ വേണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട അല്ല ഇത് തരാൻ വേണ്ടി വന്ന ആ ഓണമൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് വേണ്ട, നീ എടുത്തു. ഞാൻ പറഞ്ഞു വേണ്ട എന്നാ അല്ല അത് നീ എടുത്തോടാ. ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇന്നത്തിന് അണ്ടർവെയർ അതവിടെ വെച്ചാൽ. അങ്ങനെ ഈ അണ്ടർവെയർ അന്ന് കയറിയായി. അന്തോ അണ്ടർവെയറിനൊരു രാശിയുണ്ട് എനിക്ക്. യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനത്തെ അപ്പം അങ്ങനെയാണ് വന്നത്. അതിനുശേഷം ഞാൻ പിന്നെ ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പം നമ്മളൊന്നും വെളുത്തില്ല, തൊട്ടടുത്തൊക്കെ അല്ലേ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ആലപ്പി സംഘകേളി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഈ ചെറിയ പിള്ളേരെ എല്ലാം വെച്ചുകൊണ്ട് ആലപ്പി തങ്കച്ചൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടി നമ്മളെ വീടിനടുത്തുള്ള കുറച്ച് പേരെല്ലാം കൂടി വെച്ചിട്ട് പുള്ളി ആദ്യത്തെ ഷോക്കാട അന്നൊക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിക്കുന്ന ഷോക്കാടാണ്. എന്നിട്ട് അതിൻ്റെ പ്ലേറ്റ് അങ്ങനത്തെ ഷോക്കാട് ഇറങ്ങി ഫസ്റ്റ് പ്രൊഫഷണൽ ട്രൂപ്പ്. ഞങ്ങൾ കൊച്ചു പിള്ളേരല്ല, പ്രായമുള്ളവരല്ല, ഇന്നൊക്കെ വലിയ സീനിയേഴ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഷോ ചെയ്ത് ഞങ്ങൾ ഭയങ്കര നീറ്റാണ്. ആലപ്പുഴ സംഘകേളി എന്നാണ് ഞങ്ങൾ ട്രൂപ്പിൻ്റെ പേര്. ഞങ്ങൾ കൊച്ചു പിള്ളേരെല്ലാം കൂടി ഒരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്താണ് ഞാൻ ആദ്യം ലീഡ് കോമഡി ചെയ്യുന്നത്. മിമിക്സ് ഗാനമേളയും അത് ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ 95 ആ സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി അന്ന് ഭയങ്കര നീറ്റായിട്ട് യൂണിഫോമൊക്കെ തയ്ച്ച് ഭയങ്കര ഇപ്പോൾ പരിപാടിക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവിടെ എനിക്കറിയാൻ പറയാം കുറേ പിള്ളേരുടെ പരിപാടി കുറേ എണ്ണം വന്നിട്ട് എന്ത് ഇവന്മാർ കാണിക്കാൻ പറ്റും, ഇത് ആര് പരിപാടി കണ്ടിട്ടൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കും. പരിപാടി അങ്ങോട്ട് കഴിച്ചു. കാരണം അന്ന് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനം, നമ്മൾ ഈ പ്രൊഫഷണൽ ട്രൂപ്പ് കളിക്കുന്ന സാധനമാണ്. നമ്മൾ വേറെ കുറേ സ്കിറ്റുകൾ ആരും കണ്ടിട്ടില്ല ആ സാധനം, ഫ്രഷ് സാധനം. അപ്പോൾ ഇത് കളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ചേട്ടന്മാർ ഒരു കാപ്പി കുടിക്കും. അല്ല ഞങ്ങൾ അപ്പോൾ വേറൊരാൾ കാപ്പി മേടിച്ച് വന്നിട്ടിരിക്കുക. അന്ന് ഈ കാപ്പി മേടിച്ച് തരുന്നതാണ് അവരുടെ ഒരു സന്തോഷം, സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ രീതിയിലാണ്. കുടിച്ച് മടുക്കും നമ്മൾ. അപ്പോൾ പിന്നെ കടി മേടിച്ച അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ സംഘകളിലെ പലരും പല വഴിക്കായി. അപ്പോൾ അതിനകത്തൊരു സുഹൃത്ത് ഇതുപോലൊരു പാട്ട് എഴുതി കുഞ്ഞുമോൻ എന്ന് പറയുന്ന സംഘകളി കുഞ്ഞുമോൻ സെൽവരാജ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ സംഘകളിൽ നിന്ന്. അവൻ കാരണമാണ് ഈ സംഘകളി ഉണ്ടാകുന്നത്. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇതുണ്ട്. അപ്പം അവൻ ട്യൂൺ ചെയ്ത് അപ്പോൾ അവർക്ക് ആഗ്രഹം എന്നെ കൊണ്ട് പാടിക്കണം. അങ്ങനെ ഞാനൊരു പാട്ട് പാടി ഇറങ്ങിയതാണ് മകരവിളക്കിന്. നമ്മൾ പ്രശാന്തേട്ടൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട്.
പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭ, അതായത് ഒരു ഗായകൻ എന്നൊരു പ്രതിഭ അധികം എനിക്ക് തോന്നുന്നു അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആൾക്കാർ അങ്ങനെ അധികം അങ്ങനെ കാര്യം ഒരു അത്ഭുതമായി പ്രശാന്ത് പാടുമോ എന്നുള്ളൊരു അത്ഭുതം ആൾക്കാർക്കുണ്ട്. പല വേദികളിലും പാടിയിട്ട് അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അധികം അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, കാരണം നമുക്ക് പാട്ട് നമ്മൾ കുഞ്ഞിലേ മുതൽ നമുക്കൊരു ജീവനുമാണ്, ഭയങ്കര പേടിയുമാണ് ഈ സമയം. നമുക്ക് പാട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലേ പക്ഷെ പാട്ട് നമ്മൾ ഭയങ്കര നമ്മൾ ഈ കോമഡിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതിനോട് പിന്നെ എല്ലാവരും ഇഷ്ടം പോലെ പാട്ട്, പിന്നെ നമുക്ക് അതിനുള്ളൊരു സമയമില്ല. ഈ പാട്ടിനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ടൈപ്പ് സോങ്ങുകൾ, ഇപ്പം മണിച്ചണ്ടോട് നാടൻ പാട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മെലഡീസ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാറ്റഗറൈസ്? ചില പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണെന്നുള്ളു. നാടൻ പാട്ടൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ പാടിയിട്ടൊന്നുമില്ല. പിന്നെ അത്യാവശ്യം എനിക്ക് ചില പാട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ പാട്ടുകൾ എല്ലാം മറ്റും എനിക്ക് അറിയത്തുമില്ല. നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാറില്ല, ഓളം വെച്ചങ്ങ് പോകും. ഇപ്പോൾ അല്ലാതെ പഴയ ചില പാട്ടുകളുണ്ട്, ചിലപ്പോൾ അത് ഒറ്റ പ്രാവശ്യം നമുക്ക് കേട്ടാൽ മതിയായിരിക്കും, പിന്നെ നമ്മളങ്ങ് പാടുകയാണ്, മനസ്സിലായി. പക്ഷേ ഈ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. പക്ഷെ നമുക്ക് അതിലേക്കൊന്നും പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല. പക്ഷേ പിന്നീട് നമ്മൾക്ക് ഈ കോമഡി കളിക്കാനും ഒക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് അങ്ങ് പോയി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ബൈജു എന്ന് പറയുന്നൊരു പോർഷൻ വന്നതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബൈജുവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇനാഗുറേഷനൊക്കെ പോകുമ്പോഴത്തേക്ക് കോളേജിലാണ് നമ്മൾ 2 കൗണ്ടറൊക്കെ അടിക്കും. ബൈജുവിൻ്റെ കൗണ്ട് ബിറ്റുകളൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ട്രാക്കിട്ട് 2 പാട്ടൊക്കെ പാടുമ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് പാടാൻ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. പക്ഷെ അത് പാട്ട് പാടുമോ എന്നുകൊണ്ട് അങ്ങനെ അത്ര പ്രൊഫഷണലായിട്ടുള്ള പാട്ടല്ല, എന്നാലും പാട്ട് ആസ്വദിക്കുന്ന ഒരാൾ പാടുന്ന ഒരു സംഭവം പോലെ. ചിലതൊക്കെ എൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ പാടുന്നത്. എനിക്ക് പ്ലാൻസ് ഒന്നും അത്ര ഇതായിട്ട് അല്ല, വരില്ല. നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, ഒരു 2 വരി പ്രശാന്ത് ഏട്ടന് ഇഷ്ടപ്പെട്ട, അതായത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രശാന്ത് ഏട്ടൻ മറ്റേ കണ്ണാനക്കണ്ണയൊക്കെ പാടുന്ന ഇഷ്ടമുള്ള ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് പ്രശാന്ത് ഏട്ടന്? അത് നമുക്ക് ചില പാട്ടുകൾ വരുമ്പോഴത്തേക്ക് നമുക്കത് പാടാനൊരു മൂഡും ഒക്കെ തന്നു. നമുക്ക് അതുപോലെ ഒക്കത്തില്ല, അതൊക്കെ വലിയ ആൾക്കാർ പാടിയിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് അത് പാടണമെന്നുള്ളൊരു ആഗ്രഹവും ഇഷ്ടവും വരും. പക്ഷെ അത് ഷോയിലൊക്കെ പാടുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര, കാരണം അതിന് ആ പാട്ടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ കൊലപാതകമാണ് നിങ്ങൾ ആളാം. പിന്നെ സംഗതി പോരാ, നമ്മൾ പ്രൊഫഷണൽ പാട്ടുകാരല്ല, അതുകൊണ്ട് സംഗതി ഞങ്ങളുടെ ഇല്ല. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போலே நீ வா. நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருவா. நான் பார்த்து நின்றேன் பொன்மானம் எங்கும் என் மின்னல் தோன்றுமா. தண்ணீராய் மேகம் தூரும் தண்ணீர் சேரும் கற்கண்டாய் மாறுமா. ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ആരാരിരാരോ. അല്ലല്ല, ഇതാണ് സംഗതി ഇല്ലാതെ. അല്ലല്ല, ഇതിപ്പോ പാടി സ്ഥിതിക്ക് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യമല്ല, ഇത് കാണുന്നവരുടെ ആവശ്യമാണ്. ഇനി ഒരു പാട്ടും കൂടെ പാടാണ്ട് നമുക്ക് കൂടാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോ പാടണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് പാടാൻ ഭയങ്കര പാടാ. മറ്റേ ഇതിനകത്ത് പാട്ടുണ്ടല്ലോ നമ്മളെ ബാച്ചിലേഴ്സ്. அடியேனடி என்போதை தேனி முத்தம் கொஞ்சி சகியாரடி கை நீண்டும் பௌர்ணமி கொஞ்சம் நில்லு. பெண்ணே பெண்ணே உந்தன் கையில் நானும் கூடும் நேரம் விற்று சொல்லாதே. கண்ணே கண்ணே வேண்டும் காலம் வேண்டும் வாராயோ അരികിലേ. ഇത് ന്യൂ വെർഷൻ ഓഫ് പ്രശാന്ത് പുന്നപ്പുറയുടെ ന്യൂ വെർഷൻ. പാട്ടൊക്കെ പാടാൻ ഇഷ്ടം. അതെ, നമ്മൾ ചില സമയത്ത് നമ്മൾ തൊണ്ടൊന്നും അനുവദിക്കത്തില്ല.